അനന്തപുരിയുടെ ഹൃദയമിടിപ്പുകളിൽ അലിഞ്ഞുചേർന്ന ഒരു നിഗൂഢതയുണ്ട്. ആധുനികതയുടെ തിരക്കുകൾക്കിടയിലും മാറ്റമില്ലാതെ തുടരുന്ന ആത്മീയതയുടെയും ഐതിഹ്യങ്ങളുടെയും ഒരു വലിയ ലോകം. ലോകപ്രശസ്തമായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിഴൽ രൂപമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ വലിയ പ്രഭാവലയത്തിന്റെ തൊട്ടടുത്ത് വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന അനന്തൻകാട് നാഗരാജ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, അതൊരു ദേശത്തിന്റെ ചരിത്രമാണ്, ഭക്തിയുടെ പാരമ്യമാണ്, എല്ലാറ്റിനുമുപരി അനന്തമായ പ്രപഞ്ച സത്യത്തിന്റെ അടയാളപ്പെടുത്തലുമാണ്. നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് യുഗങ്ങൾക്ക് മുൻപുള്ള തപസ്സുകളിൽ നിന്നും, ഒരു ശാപത്തിന്റെ കനൽപാതകളിൽ നിന്നും, ഒടുവിൽ ഒരു ഭക്തന്റെ കണ്ണീരിൽ അലിഞ്ഞ ഭഗവത് ദർശനത്തിൽ നിന്നുമാണ്. ഭാരതീയ പുരാണങ്ങൾ പ്രകാരം നാഗങ്ങളുടെ ഉദ്ഭവം ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരായ കദ്രുവിൽ നിന്നും വിനതയിൽ നിന്നുമാണ്. സത്യയുഗത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്യപ പ്രജാപതിയുടെ പത്നിമാരായ ഇവർ തമ്മിലുള്ള മത്സരം കേവലം രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള തർക്കമായിരുന്നില്ല, മറിച്ച് പ്രപഞ്ചത്തിലെ രണ്ട് പ്രമുഖ ശക്തികളുടെ ഉദയമായിരുന്നു. 1000 നാഗപുത്രന്മാരെ ആവശ്യപ്പെട്ട കദ്രുവും അവരെക്കാൾ കരുത്തരായ 2 പുത്രന്മാരെ മാത്രം ചോദിച്ച വിനതയും പ്രതീകവൽക്കരിക്കുന്നത് സംഖ്യയേക്കാൾ ഗുണത്തിന് നൽകേണ്ട പ്രാധാന്യത്തെയാണ്. മഹാഭാരതം ആദിപർവത്തിൽ നാഗങ്ങളുടെ ജനനത്തെക്കുറിച്ച് അതീവ സുന്ദരമായി വിവരിക്കുന്നുണ്ട്. കാലക്രമേണ കദ്രു 1000 മുട്ടകളും വിനത 2 മുട്ടകളും പ്രസവിച്ചു. കദ്രുവിന്റെ മുട്ടകൾ വിരിഞ്ഞ് 1000 നാഗങ്ങൾ പുറത്തുവന്നു. അങ്ങനെ നാഗകുലം പിറവിയെടുത്തു. എന്നാൽ വിനതയുടെ മുട്ടകൾ വിരിയാൻ താമസിച്ചപ്പോൾ ക്ഷമ നശിച്ച അവൾ ഒരു മുട്ട ഉടച്ചു നോക്കി. പകുതി മാത്രം വളർച്ചയെത്തിയ ആ ശിശു അമ്മയെ ശപിച്ചു. കദ്രുവിനോടുള്ള അസൂയയാൽ നീ ചെയ്ത ഈ പ്രവൃത്തിക്ക് ശിക്ഷയായി 500 വർഷം നീ അവളുടെ ദാസിയായി കഴിയേണ്ടി വരും. ഈ ശിശുവാണ് പിന്നീട് സൂര്യന്റെ തേരാളിയായ അരുണൻ. എന്നാൽ ആ ശാപത്തിന്റെ മറുപുറം പ്രത്യാശയുടേതായിരുന്നു. വിനതയുടെ 2ാമത്തെ പുത്രൻ അവളെ ഈ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കും. 2ാമത്തെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ ആ പുത്രനാണ് പിൽക്കാലത്ത് നാഗങ്ങളുടെ ശത്രുവും വിഷ്ണുവാഹനവുമായ ഗരുഡൻ. ഈ കഥ വെറുമൊരു ഐതിഹ്യമല്ല, അക്ഷമ വരുത്തുന്ന വിനഷ്ടങ്ങളും ക്ഷമ നൽകുന്ന മഹത്തായ ഫലങ്ങളും ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു. കദ്രുവിന്റെ പുത്രന്മാർ പിൽക്കാലത്ത് നാഗരാജാക്കന്മാരായി മാറിയപ്പോൾ വിനതയുടെ പുത്രന്മാർ ആകാശത്തിലെ അധിപതികളായി. ഉച്ചൈശ്രവസ് എന്ന വെളുത്ത കുതിരയുടെ വാലിന്റെ നിറത്തെ ചൊല്ലി കദ്രുവും വിനതയും തമ്മിലുണ്ടായ പന്തയമാണ് നാഗകുലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടം. കറുത്ത നിറമുള്ള തന്റെ പുത്രന്മാരോട് കുതിരയുടെ വാലിൽ തൂങ്ങിക്കിടന്ന് അത് കറുപ്പാണെന്ന് തോന്നിപ്പിക്കാൻ കദ്രു ആവശ്യപ്പെട്ടു. അമ്മയുടെ അധർമ്മപരമായ ആവശ്യത്തോട് വിയോജിച്ച വാസുകി അടക്കമുള്ള നാഗങ്ങളെ കദ്രു ശപിച്ചു. ജനമേജയന്റെ സർപ്പസത്രത്തിലെ ഹോമാഗ്നിയിൽ നിങ്ങൾ വെന്തു മരിക്കട്ടെ. ഈ ശാപം പിൽക്കാലത്ത് ഭാരതീയ ഇതിഹാസത്തിലെ ഏറ്റവും ഭീതിതമായ അധ്യായമായി മാറി. എത്ര കഠിനമായ നാഗദോഷങ്ങളും നമുക്ക് നീങ്ങാനായിട്ട് നാഗലോകത്തിന്റെ ശ്രേഷ്ഠരായിട്ടുള്ള നാഗങ്ങൾ എന്ന് പറയുന്നത് അഷ്ടനാഗങ്ങളാണ്. ഈ അഷ്ടനാഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് ആദിശേഷൻ അല്ലെങ്കിൽ അനന്തനാണ്. ആ അനന്തന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഉത്ഭവമായി തീർന്നതും ഈ അനന്തൻകാടാണ്. അതായത് ശ്രീ പത്മനാഭസ്വാമി ഇവിടെ വന്ന് ശരിക്കും പ്രതിഷ്ഠ വന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വരുന്നതിനും ഒക്കെ വളരെ മുമ്പ് തന്നെ അനന്തൻ ഇവിടെ വന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അനന്തൻകാടിലേക്ക് വില്ലുമംഗല സ്വാമി വന്നത് തന്നെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ വർഷം കാലപ്പഴക്കം നമുക്ക് നിശ്ചയിക്കാവുന്നതല്ല. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വായു കോണിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനം ആയില്യ പൂജയും അതുപോലെ തന്നെ നാഗപഞ്ചമിയും മറ്റൊന്ന് ഈ ക്ഷേത്രത്തിലെ പിന്നെ വിശേഷാലുള്ള നാഗപൂജകളുമാണ്. നാഗകുലം മുഴുവൻ ഇല്ലാതാകുമെന്ന് ഭയന്ന സമയത്ത് ആസ്തികൻ എന്ന ബ്രാഹ്മണകുമാരനാണ് സർപ്പസത്രം മുടക്കി നാഗങ്ങളെ രക്ഷിച്ചത്. തിരുവനന്തപുരത്തെ അനന്തൻകാട് ക്ഷേത്രത്തിലെത്തുമ്പോൾ നാം വണങ്ങുന്നത് ഈ ദുരന്തങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട സത്യത്തെ മുറുകെ പിടിച്ച നാഗചൈതന്യത്തെയാണ്. അനന്തൻകാട് ക്ഷേത്രത്തിന്റെ ഉദ്ഭവകഥ മഹാവിഷ്ണുവിന്റെ പരമഭക്തനായ വിൽവമംഗലം സ്വാമിയാരുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീകൃഷ്ണൻ ഒരു കൊച്ചു ബാലന്റെ രൂപത്തിൽ സ്വാമിയാരുടെ പൂജാമുറിയിൽ വന്ന് കുസൃതികൾ കാണിക്കുന്നത് പതിവായിരുന്നു. ഒരിക്കൽ ധ്യാനത്തിനിടയിൽ വിഘ്നം വരുത്തിയ ബാലനെ സ്വാമിയാർ അറിയാതെ തള്ളിമാറ്റി. ആ തള്ളലിൽ പരിഭവിച്ച ഭഗവാൻ, ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻകാട്ടിൽ വരൂ എന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി. താൻ തള്ളിമാറ്റിയത് സാക്ഷാൽ ഭഗവാനെ ആയിരുന്നു എന്ന തിരിച്ചറിവ് സ്വാമിയാരെ തീരാ ദുഃഖത്തിലാക്കി.
അദ്ദേഹം അനന്തൻകാട് തേടി തെക്കൻ ദേശത്തേക്ക് യാത്ര തിരിച്ചു. അന്നത്തെ അനന്തൻകാട് ഇന്നത്തെ പോലെ കെട്ടിടങ്ങൾ നിറഞ്ഞ നഗരമായിരുന്നില്ല. മറിച്ച് വന്യമൃഗങ്ങളും സർപ്പങ്ങളും നിറഞ്ഞ നിബിഡ വനമായിരുന്നു. കാട്ടിലൂടെ അലഞ്ഞു നടന്ന സ്വാമിയാർ ഒടുവിൽ ഒരു ദരിദ്ര കർഷക സ്ത്രീ തന്റെ കരയുന്ന കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തുന്നത് കേട്ടു. നീ ഇനിയും കരഞ്ഞാൽ നിന്നെ ഞാൻ ആ അനന്തൻകാട്ടിലേക്ക് എറിഞ്ഞുകളയും. ആ വാക്കുകൾ സ്വാമിയാർക്ക് വഴികാട്ടിയായി. അവിടെ ഭീമാകാരമായ ഒരു ഇലഞ്ഞിമരത്തിനടിയിൽ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട കൃഷ്ണനെ കണ്ടു. പക്ഷേ അതൊരു ചെറിയ ബാലനായിരുന്നില്ല, മറിച്ച് അനന്തന്റെ മുകളിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിന്റെ അനന്തപത്മനാഭ രൂപമായിരുന്നു. ആ ദർശന പുണ്യമാണ് ഇന്നത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തുടക്കം. ഭഗവാൻ ശയിക്കുന്ന അനന്തനാഗത്തിന് പ്രത്യേക പ്രാധാന്യം നൽകാനായി സ്വാമിയാർ തന്നെ പ്രതിഷ്ഠിച്ചതാണ് അനന്തൻകാട് നാഗരാജ ക്ഷേത്രം. അനന്തപുരിയെ സംബന്ധിച്ച് നമ്മുടെ ഈ സ്ഥലത്തിന് അനന്തപുരി എന്ന് പേര് തന്നെ വന്നത് ഈ അനന്തൻകാടുള്ളതുകൊണ്ടാണ്. ശ്രീ അനന്തൻകാട് നാഗരാജ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ് നമുക്ക് അനന്തപുരി എന്ന പേര് തന്നെ കിട്ടിയെന്ന് മനസ്സിലാക്കണം. അവിടെ അനന്തന്റെ ശയ്യാതലത്തിൽ വന്ന് ശയിച്ചാണ് ശ്രീ പത്മനാഭസ്വാമി, അതായത് സാക്ഷാൽ വൈകുണ്ഠനാഥനായ ഭഗവാൻ ശയിക്കുന്നത്. ആ ഓർമ്മ എപ്പോഴും വേണം. തീർച്ചയായിട്ടും അനന്തപുരിയെ സംബന്ധിച്ച്, തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച്, ഭക്തജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ് ഈ ക്ഷേത്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറേ ഭാഗത്തായിട്ടാണ് അനന്തൻകാട് നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാഗപ്രതിഷ്ഠകൾ പ്രധാന ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തായിരിക്കണമെന്ന വാസ്തുശാസ്ത്ര വിധി പ്രകാരം വില്ലുമംഗലം സ്വാമിയാർ തന്നെയാണിവിടെ അനന്തനാഗത്തെ പ്രതിഷ്ഠിച്ചത്. നാഗരാജാവായ അനന്തനെക്കുറിച്ച് പുരാണങ്ങളിൽ വർണ്ണിക്കുന്നത് കേവലം ഒരു സർപ്പമായല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ആധാരശിലയായാണ്. വിഷ്ണു പുരാണം അനുസരിച്ച് അനന്തന് 1000 ശിരസ്സുകളുണ്ട്. ആ ശിരസ്സുകളിലെ രത്നങ്ങൾ പ്രപഞ്ചത്തിന്റെ 4 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നു. ശേഷൻ എന്ന വാക്കിന്റെ അർത്ഥം ബാക്കിയുള്ളത് എന്നാണ്. പ്രളയകാലത്ത് പ്രപഞ്ചം മുഴുവൻ നശിക്കുമ്പോഴും ബാക്കിയാവുന്നത്, അതായത് ശേഷിക്കുന്നത് എന്താണോ അതാണ് അനന്തൻ. മാതാവായ കദ്രുവും വിനതയും തമ്മിലുള്ള പന്തയത്തിൽ നാഗങ്ങൾ ചതിപ്രയോഗം നടത്തിയപ്പോൾ അതിൽ വിയോജിച്ച് മാറി നിന്നവനാണ് അനന്തൻ. ഗന്ധമാദന പർവ്വതത്തിലും ബദരികാശ്രമത്തിലും കഠിന തപസ് ചെയ്ത അനന്തനിൽ പ്രീതിതനായ ബ്രഹ്മാവ് ചഞ്ചലമായ ഭൂമിയെ താങ്ങി നിർത്തുക എന്ന ദൗത്യം അവനെ ഏൽപ്പിച്ചു. തന്റെ 1000 ഭണങ്ങളാൽ ഭൂമിയെ താങ്ങി നിർത്തുന്ന അനന്തൻ കാലത്തിന്റെ പ്രതീകം കൂടിയാണ്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, സർപ്പാണാമസ്മി വാസുകി അനന്തശാസ്മി നാഗാനാം. അതായത് സർപ്പങ്ങളിൽ ഞാൻ വാസുകിയും നാഗങ്ങളിൽ ഞാൻ അനന്തനുമാകുന്നു. ഇവിടെ സർപ്പങ്ങളും നാഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധേയമാണ്. ഒരൊറ്റ ഭണമുള്ളവയും വിഷമുള്ളവയുമാണ് സർപ്പങ്ങൾ. എന്നാൽ ഒന്നിലധികം ഭണങ്ങളുള്ളതും വിഷമില്ലാത്തതുമായ ദിവ്യരൂപങ്ങളാണ് നാഗങ്ങൾ. അനന്തൻ അത്തരത്തിൽ നാഗശ്രേഷ്ഠനും മഹാവിഷ്ണുവിന്റെ ശയ്യയുമാണ്. അനന്തൻകാട് ക്ഷേത്രത്തിലെ നാഗരാജാവായ അനന്തൻ സത്യത്തിൽ നിർഗുണ ബ്രഹ്മത്തിന്റെ പ്രതീകമാണ്. തമോ ഗുണത്തെ നിയന്ത്രിച്ച് വിശ്വത്തെ തന്റെ ഭണങ്ങളിൽ വഹിക്കുന്ന അനന്തൻ ക്ഷമയുടെയും ശക്തിയുടെയും മൂർത്തിഭാവമാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കലപ്പയും ഉലക്കയും കൃഷിയെയും വിനാശത്തെയും ഒരുപോലെ പ്രതിനിധാനം ചെയ്യുന്നു. നമ്മുടെ സങ്കല്പത്തിൽ സർപ്പങ്ങളും നാഗങ്ങളും ഒന്നാണെങ്കിലും ആത്മീയമായി ഇവയ്ക്ക് വ്യത്യാസമുണ്ട്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, സർപ്പങ്ങളിൽ ഞാൻ വാസുകിയും നാഗങ്ങളിൽ ഞാൻ അനന്തനുമാകുന്നു. സർപ്പങ്ങൾ സാധാരണയായി ഒറ്റ ഭണമുള്ളവരും വിഷമുള്ളവരുമാണ്. എന്നാൽ നാഗങ്ങൾ ഒന്നിലധികം ഭണങ്ങളുള്ളവരും വിഷമില്ലാത്തവരും ഉന്നതമായ ദിവ്യത്വമുള്ളവരുമാണ്. അനന്തൻ ഈ നാഗകുലത്തിന്റെ നായകനാണ്. അദ്ദേഹത്തിന് വിഷമില്ല, പകരം അമൃതതുല്യമായ ജ്ഞാനമാണുള്ളത്. വിൽവമംഗലം സ്വാമിയാർ സ്ഥാപിച്ച ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരുതരം ശാന്തത അനുഭവപ്പെടും. ഇന്നും പഴമ നിലനിർത്തുന്ന ഈ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജകൾ പൂർത്തിയാകണമെങ്കിൽ ഈ നാഗരാജാവിന്റെ പ്രീതിയും അത്യാവശ്യമാണെന്നാണ് വിശ്വാസം. ഇനി ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ടാണെങ്കിൽ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമിയെ തൊഴാൻ വരുന്നവരെല്ലാം ഭഗവാന്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്ത് വായു കോണിൽ സ്ഥിതി ചെയ്യുന്ന അനന്ത ഭഗവാനെയും തൊഴാതെ മടങ്ങാറില്ല. പ്രത്യേകിച്ചും ശ്രീ പത്മനാഭസ്വാമിക്ക് ഇപ്പോൾ വളരെ പ്രാധാന്യം ലോകത്ത് വന്നതോടുകൂടി തീർച്ചയായിട്ടും വളരെ ദൂരെ നിന്ന്, അതായത് വിദേശങ്ങളിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്ന് വരെ ധാരാളം ഭക്തർ വന്ന്
ശ്രീ പത്മനാഭസ്വാമിയെയും ഈ അനന്തഭഗവാനെയും തൊഴുതു പോകുന്നുണ്ട്. സർപ്പപൂജ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നാഗങ്ങൾ പ്രത്യക്ഷ ദൈവമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സർപ്പപൂജ ചെയ്യുന്ന വ്യക്തികൾ, അതായത് താന്ത്രികന്മാരും അതുപോലെ തന്നെ പൂജാരിമാരും വളരെ ശുദ്ധവൃത്തിയും ആ പൂജയിൽ വളരെ ശ്രദ്ധയും പുലർത്താറുണ്ട്. ഇവിടെ അനന്തൻകാട് നാഗരാജ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ഗോപകുമാരൻ പോറ്റി വളരെ വർഷങ്ങളായിട്ട് ഇവിടെ മേൽശാന്തിയായി ഭഗവാനെ സേവിച്ച് വരുന്നയാളാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഭക്തർക്ക് വേണ്ടി വിശേഷാൽ എത്ര വലിയ കടുത്ത ദോഷങ്ങൾ, അതായത് ജോലിയിലുള്ള തടസ്സം, അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിന്, വിവാഹ തടസ്സം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ, അതുപോലെ തന്നെ ഭൂമിപരമായിട്ടുള്ള സർപ്പദോഷം, ഇതിനൊക്കെ വിശേഷാൽ പൂജകൾ ഇവിടെ നടക്കാറുണ്ട്. അതിന് ഇവിടുത്തെ മേൽശാന്തി ഗോപകുമാരൻ പോറ്റി അതിൻ്റെ വിശേഷാൽ സങ്കല്പങ്ങൾ കൊടുത്ത് അവർക്ക് ധാരാളം ആൾക്കാർ, അതായത് ആയിരക്കണക്കിന് ആൾക്കാർ ഗുണഭോക്താക്കളായിട്ടുണ്ട്. നാഗാരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ആയില്യവും നാഗപഞ്ചമിയും. ശ്രാവണ മാസത്തിലെ നാഗപഞ്ചമിക്ക് ഭാരതമെമ്പാടും വലിയ പ്രാധാന്യമുണ്ട്. കാളിയമർദ്ദനം കഴിഞ്ഞ് കൃഷ്ണൻ കാളിയന് അഭയം നൽകിയ ദിനമായി ഉത്തരേന്ത്യക്കാർ ഇതിനെ കാണുന്നു. കേരളത്തിലാകട്ടെ സർപ്പദോഷ നിവാരണത്തിനും സന്താനലബ്ധിക്കുമായി ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. മഞ്ഞൾപ്പൊടി അഭിഷേകവും നൂറും പാലും നിവേദ്യവും ഇവിടുത്തെ പ്രധാന ആചാരങ്ങളാണ്. അനന്തൻകാട് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കാലത്ത് ഇതൊരു വലിയ വനമായിരുന്നു. സർപ്പക്കാടുകൾ പ്രകൃതിദത്തമായ ജലസംഭരണികളും ഓക്സിജൻ കലവറകളുമാണ്. നാഗാരാധന എന്നത് സത്യത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ്. വനത്തെയും ജലത്തെയും സർപ്പങ്ങളെയും ആദരിക്കുക വഴി മനുഷ്യൻ തന്റെ നിലനിൽപ്പിനെ തന്നെയാണ് സംരക്ഷിക്കുന്നത്. അനന്തൻകാട് ക്ഷേത്രം ഇന്നും ഈ പ്രകൃതി മനുഷ്യബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു. അനന്തൻകാട് നാഗരാജ ക്ഷേത്രം കാലത്തെ അതിജീവിച്ച വിശ്വാസത്തിന്റെ കരുത്താണ്. 1000 തലകളാൽ ഭൂമിയെ താങ്ങുന്ന അനന്തനെ പോലെ ഈ ക്ഷേത്രം തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും താങ്ങി നിർത്തുന്നു. വിൽവമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ നൽകിയ ആ ഒരു മാമ്പഴവും ചിരട്ടയിലെ നിവേദ്യവും ഓർമ്മിപ്പിക്കുന്നത് ഭക്തിയുടെ ലാളിത്യത്തെയാണ്. നാഗാരാധനയ്ക്ക് ഏറ്റവും പ്രധാനം ആയില്യം നക്ഷത്രവും പഞ്ചമി തിഥിയുമാണ്. ഇതിൽ തന്നെ ശ്രാവണ മാസത്തിലെ നാഗപഞ്ചമി അതീവ വിശേഷമാണ്. മഞ്ഞൾപ്പൊടി അഭിഷേകം, പാൽപായസം, നൂറും പാലും എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. നാഗദോഷങ്ങൾ അകറ്റുന്നതിനും സന്താനലബ്ധിക്കും ഭക്തർ ഇവിടെ മനമുരുകി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ സങ്കീർണതകളിൽ ഉഴലുന്ന ഭക്തന് അനന്തന്റെ 1000 ഭണങ്ങൾ നൽകുന്ന തണൽ ഒരു വലിയ ആശ്വാസമാണ്. ആധുനിക യുഗത്തിൽ നാം പല ഐതിഹ്യങ്ങളെയും തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ അനന്തൻകാട് നൽകുന്ന ശാന്തിയും സമാധാനവും നിഷേധിക്കാനാവില്ല. അത് നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം: ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്നതിനപ്പുറം അദൃശ്യമായ അനന്തമായ ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിന് മുന്നിൽ ശിരസ് നമിക്കുമ്പോൾ നാം നമ്മെ തന്നെ തിരിച്ചറിയുന്നു. അനന്തൻകാട് ക്ഷേത്രത്തിലെ നാഗരാജാവിനെ വണങ്ങുമ്പോൾ നാം കേവലം ഒരു ദേവനെയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ആകെ തുകയായ ശേഷനെയാണ് വണങ്ങുന്നത്. വരും തലമുറകൾക്കും ഈ ആത്മീയ സങ്കേതം ഒരു വലിയ വിജ്ഞാനഘോഷമായി നിലനിൽക്കട്ടെ. അനന്തൻകാട് നാഗരാജ ക്ഷേത്രം അനന്തപുരിയുടെ ഐശ്വര്യത്തിന്റെ കാവൽപ്പുരയാണ്. നഗരത്തിന്റെ തിരക്കുകൾക്കിടയിലും ശാന്തിയുടെയും തനിമയുടെയും ഒരു തുരുത്തായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്ന ഏതൊരു ഭക്തനും ഈ ഉദ്ഭവസ്ഥാനം കൂടി സന്ദർശിക്കുമ്പോഴേ യാത്ര പൂർണ്ണമാകുന്നുള്ളൂ. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു നൽകപ്പെട്ട ഈ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ അമൂല്യ നിധികളാണ്. പ്രകൃതിയെയും സഹജീവികളെയും ആരാധനയുടെ ഭാഗമായി കാണുന്ന ഭാരതീയ ദർശനത്തിന്റെ നേർചിത്രമാണ് അനന്തൻകാട്.